പുതിയ നേതൃത്വം ചുമതലയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിൽ അതൃപ്തി. പുനഃസംഘടനയുടെ പേരിൽ കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തരെ കുത്തിനിറച്ചെന്ന ആക്ഷേപം. ബെന്നി ബെഹനാനെ പരിഗണിക്കാത്തതിലും ഹസനെ മാറ്റിയതിലും എ ഗ്രൂപ്പിന് അമർഷം. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിക്ക് പോകാതെ സുധാകരൻ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണ കവർച്ചാ ശ്രമമെന്ന് പോലീസ്. കുഴിച്ചിട്ടതായി കണ്ടെത്തിയ 13 പവൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഉപേക്ഷിച്ചതാണെന്ന് എഫ്ഐആർ. ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേഡൽ ജെൻസൺ രാജയ്ക്കുള്ള ശിക്ഷ അല്പസമയത്തിനുള്ളിൽ. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കൊലപാതകം നടത്തുമ്പോഴും പിന്നീടും പ്രതിക്ക് മാനസിക രോഗമില്ലെന്ന് വാദം. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 88.39. വിജയത്തിൽ മുന്നിൽ വിജയവാഡ. തിരുവനന്തപുരം രണ്ടാമത്. 10ാം ക്ലാസ് ഫലം ഉടൻ. ഇത് അമൃതരാജ് എന്ന് പറയുന്ന ഒരു യുവാവിനും ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള അനുഭവം വന്നു. അയാൾ ജീവിച്ചിരിക്കുന്നില്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ ഡോക്ടറിന് ഒരു അബദ്ധം പറ്റാം, ഇത് വീണ്ടും അബദ്ധം പറ്റിയിരിക്കുന്നു. ഇവർക്ക് കാര്യം അറിയാമല്ലോ, ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം ഈ അവസ്ഥയിൽ എത്തുമെന്ന്. അപ്പൊ സംരക്ഷിച്ചൂടെ, നമ്മളെ കുട്ടിയെ രക്ഷിച്ചൂടെ? കൊഴുപ്പ് മാറ്റാനുള്ള ചികിത്സയിൽ കൈവിരലുകൾ നഷ്ടമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കി. ചികിത്സാ പിഴവില്ലെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തള്ളി എത്തിക്സ് കമ്മിറ്റി.